നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള നളോപാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നളന്റെയും ദമയന്തിയുടെയും കഥ അത് വളരെ പ്രശസ്തിയാർജിച്ചതാണ്. അപ്പോൾ ഈ കഥയുടെ നളന്റെയും ദമയന്തിയുടെയും പ്രണയവും വിവാഹവും ഒക്കെയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത്. കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയേണ്ടവരെ 103-ാമത്തെ എപ്പിസോഡ് കാണുക. അതിലെല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ കഥ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം, വനവാസത്തിൽ ആയിരുന്ന പാണ്ഡവരിലെ മുത്തവനായിട്ടുള്ള യുധിഷ്ഠിരൻ അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലായി. അദ്ദേഹത്തിൻ്റെ ചൂത് കാരണമാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടതെന്നുള്ള കുറ്റപ്പെടുത്തൽ അദ്ദേഹത്തിന് നിരന്തരമായിട്ട് പത്നിയിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും പ്രത്യേകിച്ച് ഭീമനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ദുഃഖത്തിലായിട്ടുള്ള യുധിഷ്ഠിരൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബൃഹദശ്വൻ എന്ന് പറയുന്ന ഒരു മഹർഷി ഇവരുടെ അടുത്തേക്ക് എത്തി. അപ്പം മഹർഷിയോട് ഭയങ്കരമായിട്ടുള്ള സങ്കടം പറഞ്ഞ് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ഇത് കേട്ടിട്ട് ബൃഹദശ്വൻ പറഞ്ഞു, നീ മാത്രമല്ല ഇവിടെ ഇതുപോലെ കഷ്ടതയിലും വിഷമതയിലും ഒക്കെ കടന്നു പോയിട്ടുള്ള രാജാവ്. നിനക്ക് മുമ്പും ഇതിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള രാജാവിൻ്റെ കഥ എനിക്കറിയാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരനോടും ഭീമനോടും നകുലനോടും സഹദേവനോടും കൂടി ബൃഹദശ്വൻ എന്ന് പറയുന്ന മുനി ആ കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായിരുന്നു നള ദമയന്ത ചരിതം അല്ലെങ്കിൽ നളോപാഖ്യാനം. നളന്റെയും ദമയന്തിയുടെയും പ്രസിദ്ധമായിട്ടുള്ള കഥ. സ്വയംവരമൊക്കെ കഴിഞ്ഞിട്ട് നളനും ദമയന്തിയും വളരെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം അതിന് മുമ്പായിട്ട് ഇന്ദ്രനും ദേവതമാരും കൂടെ തിരിച്ചു പോകുന്ന സമയത്ത് അവർ കലിയും ദ്വാപരനും എതിരെ വരുന്ന കണ്ടു. കലിയോട് കുശലൻ ചോദിച്ചു, എടോ കലി, താനിത്ര തിരക്കിട്ടിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കലി പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, ദമയന്തിയുടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ്. അവളെ സ്വന്തമാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് കലി പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ, ഇപ്പോൾ താൻ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ, ദമയന്തി രാജാവായിട്ടുള്ള മനുഷ്യരാജാവായിട്ടുള്ള നളനെ വിവാഹം കഴിച്ചു. അവരെ അനുഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കലിക്ക് ഭയങ്കരമായിട്ടുള്ള കോപം വന്നു. കലി പറഞ്ഞു, ഇത് അവൻ കാണിച്ചത് അങ്ങേയറ്റത്തെ ധിക്കാരമാണ്. അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. ഇത്രയും ദേവന്മാരുണ്ടായിട്ട് പോലും അവരെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ വിവാഹം കഴിച്ച് അവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കയില്ല എന്ന് പറഞ്ഞിട്ട് കോപത്തോട് കൂടിയിട്ട് പോകാൻ തുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ കലിയോട് പറഞ്ഞു, നീ നളനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട. കാരണം നളൻ വളരെ ധർമ്മ ചിന്തയോട് കൂടിയിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു രാജാവാണ്. അതോടൊപ്പം തന്നെ 4 വേദങ്ങൾ പഠിച്ചവനും 5ാമത്തെ വേദമായിട്ടുള്ള പുരാണങ്ങൾ അറിയാവുന്നവനുമാണ്. അവൻ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഏറ്റവും ധർമ്മമാർഗത്തിൽ തന്നെ ആചരിക്കുന്ന ഒരാളാണ്. അപ്പം അവനെ ശപിക്കുക എന്ന് പറയുന്നത് ആത്മാവിനെ ശപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കലിക്ക് ഇന്ദ്രൻ കൊടുത്തിരുന്നു. പക്ഷേ ദേവതകൾ പോയി കഴിഞ്ഞിട്ടും കലിയുടെ മനസ്സിലെ ആ ദേഷ്യം അടങ്ങിയില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ദ്വാപരനോട് പറഞ്ഞു, നമുക്ക് നളനെ നശിപ്പിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ഒരു പദ്ധതി തയ്യാറാക്കി. നളനെ ചൂതുകളിക്ക് ക്ഷണിക്കുക. കലി ആദ്യം നളന്റെ ദേഹത്ത് കയറുന്നു. അതിനുശേഷം ചൂതുകളിക്ക് വേണ്ടിയിട്ട് നളനെ പ്രേരിപ്പിച്ചിട്ട് ചൂതുകളിയിലൂടെ എല്ലാം നശിപ്പിക്കുക. അപ്പം ആ സമയത്ത് ദ്വാപരൻ ആ കളിക്കുന്ന അക്ഷങ്ങളിൽ, അതായത് ആ കരുക്കളിൽ കയറി സഹായിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയും കൂടി വെച്ചു. അങ്ങനെ കലിയും ദ്വാപരനും കൂടി നിഷധ രാജ്യത്തെത്തി. അവിടെത്തി നളന്റെ ശരീരത്തിൽ കലി കയറാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ നോക്കി നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷെ ധർമ്മത്തിൽ പൂർണ്ണമായിട്ടും ഉറച്ച് ജീവിച്ചിരുന്ന നളന്റെ ദേഹത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴുത് കലിക്ക് കിട്ടിയില്ല. 12 വർഷക്കാലം നളന്റെ പുറകെ കലി കൂടിയെന്നാണ്, എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ചെറിയൊരു പഴുതുപോലും കിട്ടിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നളൻ വൈകുന്നേരം സന്ധ്യാവന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് മൂത്രവിസർജനം നടത്തി. പക്ഷേ കാല് കഴുകാൻ മറന്നുപോയി. അങ്ങനെ അശുദ്ധമായിട്ടുള്ള കാലുമായിട്ടാണ് സന്ധ്യാവന്തനത്തിന് ഇരുന്നത്. ആ സമയത്ത് അശുദ്ധമായിട്ടുള്ള ഇടത് കാൽപ്പത്തിയിലൂടെ കലി നളനിലേക്ക് പ്രവേശിച്ചു, നളനെ ആവേശിച്ചു എന്നാണ്. അതോടുകൂടിയിട്ട് നളന്റെ ബുദ്ധിയും ധർമ്മചിന്തയും ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് കലി എന്നിട്ട് നളന്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനെ ചെന്ന്
പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. നിന്റെ സഹോദരനായിട്ടുള്ള നളനെ നീ ചെന്ന് അല്ലെങ്കിൽ ചൂതിന് ക്ഷണിക്കുക, അവൻ ചൂത് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ സഹായിച്ചോളാം, അവൻ്റെ ധനം മുഴുവനും രാജ്യം മുഴുവനും നിനക്ക് നേടിയെടുത്തിട്ട് നിനക്ക് രാജാവാകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് പുഷ്കരനെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രലോഭനത്തിൽ, കലിയുടെ പ്രലോഭനത്തിൽ പുഷ്കരൻ വീണുപോയി. പുഷ്കരൻ ചെന്ന് ദമയന്തിയുടെമായിട്ടിരിക്കുന്ന നളനെ ദമയന്തിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ചൂതിന് വെല്ലുവിളിച്ചു. സാധാരണ അവസ്ഥയിൽ ധർമ്മിഷ്ഠനായിട്ടുള്ള നളൻ ഒരിക്കലും ചൂതിന് ഇറങ്ങുന്നതല്ല. പക്ഷേ നളന് ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള കോപം വന്നു, തൻ്റെ സഹോദരൻ വന്ന് തന്നെ ചൂതിനെ ക്ഷണിച്ചത്. അപ്പം അങ്ങനെ അവർ ചൂതുകളി ആരംഭിച്ചു. ചൂതുകളി ആദ്യത്തെ ദിവസമായി നളൻ തോറ്റുകൊണ്ടിരുന്നു. തോക്കുന്നതനുസരിച്ച് രാജാവിന് വാശി കൂടിക്കൊണ്ടിരുന്നു. അപ്പം ദിവസങ്ങളോളം ഈ ചൂത് തുടർന്നു പോയി കഴിഞ്ഞപ്പോൾ ദമയന്തി പിന്നെ ആ അന്തഃപുരത്തിൽ തന്നെ തുടർന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന പൗരപ്രമുഖന്മാർക്കും സുഹൃത്തുക്കൾക്കും മന്ത്രിമാർക്കും ഒക്കെ രാജാവിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് അതിഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടായി. ഓരോ തോൽവിയിലും നളന്റെ സ്വത്ത് പണയം ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ ഇവര് ഈ ഒരു ആപത്ത് രാജ്യത്തിന് വരുന്ന കാര്യം, അല്ലെങ്കിൽ ഈ നളന് വരുന്ന കാര്യം ചെന്നിട്ട് ദമയന്തിയോട് ചെന്ന് പറയാൻ വേണ്ടിയിട്ട് സൂതനെ പറഞ്ഞു വിട്ടു. സൂതൻ ചെന്ന് ദമയന്തിയോട് ഈ അവസ്ഥ പറഞ്ഞു. അപ്പൊ ദമയന്തി ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് വിലപിച്ചുകൊണ്ട് ഈ മന്ത്രിമുഖ്യന്മാരെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ആ ചൂതുകളി നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് നിലവിളിച്ചുകൊണ്ട് മന്ത്രിമുഖ്യന്മാരെല്ലാം കൂടെ വന്നിരിക്കുന്നു, അങ്ങേ കണ്ടിട്ട് രാജ്യകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങ് ദൈവീയതൊന്നും ഇറങ്ങി വരുമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. പക്ഷേ ആ ഭാഗത്തേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ ചൂതില് ഉന്മത്തനായിട്ടുള്ള നളൻ തന്റെ ചൂതുകളി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. രാജാവ് തിരിഞ്ഞുപോലും നോക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇവരെല്ലാവരും, മന്ത്രിമാരെല്ലാവരും തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ദമയന്തി തിരിച്ച് അന്തഃപുരത്തിലേക്കും പോയി. അപ്പം നളൻ വീണ്ടും ചൂത് തുടർന്നുകൊണ്ടിരുന്നു. മാസങ്ങളോളം പുഷ്കരനുമായിട്ടുള്ള ചൂതുകളി നളൻ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചൂതുകളിയിൽ നളന് അദ്ദേഹത്തിന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഇതനുസരിച്ച് ദമയന്തിക്ക് ആധി കയറാൻ തുടങ്ങി. ദമയന്തി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ വിഷമിച്ചു. കാരണം പല പ്രാവശ്യം ചെന്ന് വിളിച്ചിട്ട് നളൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അങ്ങനെ അവസാനം ദമയന്തി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോഴിയായിട്ടുള്ള ബൃഹൽസേനയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് മന്ത്രിമാരോട് ചെന്ന് പറയണം, നളൻ ചോദിച്ചു ഇനി എത്ര സ്വത്ത് ബാക്കിയുണ്ടെന്നുള്ള കാര്യം, എത്രയൊക്കെ സ്വത്ത് ചൂതുവെക്കാൻ ബാക്കിയുണ്ടെന്നുള്ള കാര്യം നളൻ ചോദിച്ചു എന്നുള്ള വിവരം നീ എന്ന മന്ത്രിമുഖ്യന്മാരെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ബൃഹൽസേന അതുപോലെ ചെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് നളൻ തങ്ങളെ വിളിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഈ മന്ത്രിമുഖ്യന്മാരെല്ലാവരും കൂടെ കൂട്ടമായിട്ട് രാജകൊട്ടാരത്തിലേക്ക് ഇവർ ചൂത് കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. പക്ഷേ ആ സമയത്തും നളൻ ഒന്ന് തിരിഞ്ഞുപോലും നോൽക്കാതെ അവിടെ തന്നെ ചൂതുകളിൽ തുടരുകയാണ്. ഇന്ന് ദമയന്തിയോ ഈ മന്ത്രിമുഖ്യന്മാരോ വന്ന ഭാഗത്തേക്ക് നോക്കുകയോ, ദമയന്തി അതിഭയങ്കരമായിട്ട് നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചിട്ടും അങ്ങോട്ടൊന്നും നോക്കുക പോലും തയ്യാറാവാതെ കലിബാധ മൂലം ബുദ്ധി നശിച്ച നളന് ആ ചൂതിൽ ഭ്രാന്ത് കയറി അതിൽ തന്നെ പൂർണ്ണമായിട്ടും മുഴുകി ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കണ്ട് നിരാശരായ മന്ത്രിമുഖ്യന്മാരും അതോടൊപ്പം തന്നെ താൻ വിളിച്ചിട്ട് ഒരു കാര്യം നടക്കാത്തതിൽ ലജ്ജിതയായ ദമയന്തിയും തിരിച്ച് കൊട്ടാരങ്ങളിലേക്ക് പോയി. അപ്പം ഭയങ്കരമായിട്ടുള്ള ആപത്താണ് നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മന്ത്രിമാർക്ക് മനസ്സിലായി. പക്ഷേ ഇതിനൊരു പരിഹാരം എങ്ങനെയാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ നളന്റെ ജീവിതം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യം ദമയന്തിക്കും അറിയാമായിരുന്നു. അപ്പൊ ദമയന്തി ഇനിയും എന്താണ് ബാക്കിയുള്ള വഴി, എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനു വേണ്ടിയിട്ട് ബൃഹൽസേനയെ വിളിച്ചിട്ട് നളന്റെ സാരഥിയായിട്ടുള്ള വാർഷ്ണയനെ വിളിച്ചു വരുത്തി. വാർഷ്ണയൻ നളന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള സാരഥിയായിരുന്നു. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാവ് ദ്യൂതത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല, അദ്ദേഹം ചൂതുകളി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മക്കളെ ഇവിടെ നിർത്തുന്നത് ഒട്ടും സുരക്ഷിതമല്ല. അതുകൊണ്ട് വാർഷ്ണയെ അങ്ങൊരു കാര്യം ചെയ്യണം, അങ്ങ് പോയി നളന്റെ ഏറ്റവും പ്രിയപ്പെട്ട തേര് കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും വേഗമുള്ള അശ്വങ്ങളെ കെട്ടിയിട്ട് എൻ്റെ 2 മക്കളെയും ഇന്ദ്രസേനയെയും എൻ്റെ രാജ്യമായിട്ടുള്ള വിദർഭയിലെ രാജാവായിട്ടുള്ള ഭീമസേനന്റെ അടുത്ത് കൊണ്ട് എത്തിക്കണം, ഭീമരാജാവിൻ്റെ അടുത്ത് എത്തിക്കണം. അതിനുശേഷം അങ്ങ് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോളൂ, വേണമെങ്കിൽ തിരിച്ചു വരാം, അല്ലെങ്കിൽ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് വാർഷ്ണയൻ അതിവേഗമേറിയ തേരിലേറി വിദർഭരാജ്യത്തെത്തിയിട്ട് ഭീമരാജാവിനെ കണ്ടിട്ട് കൊച്ചുമക്കളെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം തേരും കുതിരകളും അവിടെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ആ രാജ്യം വിട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അപ്പോൾ അദ്ദേഹം ദുഃഖിതനായിട്ട് രാജ്യങ്ങളെല്ലാം ചുറ്റി നടന്നു. അവസാനം അയോധ്യാപുരയിലെത്തി. അയോധ്യാപുരയിലെ ഋതുപർണൻ എന്ന് പറയുന്ന രാജാവായിരുന്നു അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഋതുപർണനോടൊപ്പം അവിടെ ജോലി നേടി, അവിടെ സാരഥിയായിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വാർഷ്ണേയൻ പോയതിനു ശേഷവും നളൻ തൻ്റെ ചൂതുകളി തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുകളെല്ലാം പണയം വെച്ചു. അപ്പം നളനെ അതിഭയങ്കരമായിട്ട് പരിഹസിച്ചുകൊണ്ട് പുഷ്കരൻ ചോദിച്ചു, നിനക്ക് ഇനി എന്താണ് ബാക്കിയുള്ളത്? നിന്റെ സ്വത്തുകളെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിനക്ക് സ്വത്തായിട്ടുള്ളത് ദമയന്തി മാത്രമേ ഉള്ളൂ. ദമയന്തിയെ ഇനി നീ പണയം വെക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് ചിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇത് കേട്ടിട്ട് നളന് അതിഭയങ്കരമായിട്ടുള്ള വിഷമമായിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം മനസ്സിലായി. തൻ്റെ ഭാര്യയെ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലായി. അദ്ദേഹം അങ്ങനെ ഒറ്റ വസ്ത്രവും എടുത്തിട്ട് ആ ചൂത് കളിക്കുന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങി ആ രാജകൊട്ടാരവും വിട്ട് പുറത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ രാജ്യത്തിൻ്റെ ആ കോട്ടയുടെ പുറത്തെത്തി, ആ നഗരത്തിന്റെ പുറത്തെത്തി അദ്ദേഹം അവിടെ ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇദ്ദേഹത്തിനെ ദമയന്തിയും പിന്തുടർന്നു. ആ സമയത്ത് രാജാവായി തീർന്ന പുഷ്കരൻ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. നളന് ആരെങ്കിലും താമസ സൗകര്യം കൊടുക്കുകയോ അതോടൊപ്പം ആഹാരം കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ വധിച്ചു കളയും എന്നുള്ള ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അപ്പൊ രാജശാസനം ഭയന്നിട്ട് നളനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറായില്ല. നളൻ ആരുടെയും ഔദാര്യത്തിന് വേണ്ടിയിട്ട് പോയുമില്ല. അങ്ങനെ വിശന്നും വളഞ്ഞും അവര് കൊട്ടാരത്തിന്റെ പുറത്തുള്ള വെളിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദമയന്തിയും നിലവിളിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും തൻ്റെ പ്രിയതമനോടൊപ്പം അവിടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങി. 3 ദിവസം കഴിഞ്ഞിട്ടും കഴിക്കാനൊന്നും കിട്ടാതെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ നളൻ വല്ല പക്ഷിയും പിടിച്ച് ചുട്ടു തിന്നാം എന്ന് വിചാരിച്ച് നോക്കി നടക്കുമ്പോൾ 3 പക്ഷികൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന കണ്ടു. ഇത് കണ്ടിട്ട് നളൻ തൻ്റെ ഒറ്റവസ്ത്രമായിട്ടുള്ള ഉടുമുണ്ടഴിച്ചിട്ട് ആ പക്ഷികളെ മൂടി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ആ സമയത്ത് മൂടിയ സമയത്ത് ആ പക്ഷികൾ മുകളിലേക്ക് പറന്നുയർന്ന മുണ്ടുമായിട്ട്. അപ്പം നഗ്നനായിട്ട് നിൽക്കുന്ന നളനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ആ വസ്ത്രം പോലും ധരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പക്ഷികൾ പറഞ്ഞു. ഞങ്ങൾ നിന്നെ തോൽപ്പിച്ചിട്ടുള്ള അക്ഷങ്ങളാണ്. ഇത് ദ്വാപരൻ പ്രവേശിച്ചിട്ടുള്ള അക്ഷങ്ങളായിരുന്നു. അത് നളന്റെ വസ്ത്രവും കൂടി തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് പക്ഷികളുടെ വേഷത്തിൽ വന്നിട്ടുള്ള ആ അക്ഷങ്ങളായിരുന്നു. താൻ ചൂത് കളിച്ച അക്ഷങ്ങൾ കരുക്കൾ പക്ഷികളായിട്ട് വന്നിട്ട് തൻ്റെ വസ്ത്രവും എടുത്തുകൊണ്ട് പറന്നു പോകുന്നത് കണ്ടിട്ട് നളന് ദുഃഖം സഹിച്ചില്ല. അവൻ അവിടെ നിന്ന് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, പൂർണ്ണ നഗ്നനായിട്ട് നിന്നിട്ട്. ഇത് കണ്ടിട്ട് ദമയന്തിക്കും അതിഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ടായി. ആ സമയത്ത് ദമയന്തിയെ അടുത്ത് വിളിച്ചിട്ട് നളൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. നീ നേരെ ദക്ഷിണ ഭാഗത്തേക്ക്, അതായത് തെക്ക് ഭാഗത്തേക്ക് നോക്കി നടക്കണം. അങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ നിന്റെ രാജ്യമായിട്ടുള്ള വിദർഭയിൽ നിനക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. നീ അങ്ങോട്ടേക്ക് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ദമയന്തി പറഞ്ഞു, അങ്ങില്ലാതെ ഞാൻ ഒരിടത്തോട്ടും പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പുരുഷന് ഒരു രോഗത്തിനുള്ള ഔഷധമാണ് ഭാര്യയുടെ സാമീപ്യം. അതുകൊണ്ട് അങ്ങേക്ക് ഇത്രയും വലിയ ആപത്തുണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശാലും ഞാൻ അങ്ങേ വിട്ടിട്ട് ഒരിടത്തോട്ടും പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അങ്ങേക്കാര്യം മാത്രം എന്നോട് പറയരുത്. അങ്ങ് എന്തിനാണ് എന്നോട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചത്? അങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ എന്ന് ചോദിച്ച് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ നളൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവളുടെ വിഷമം കണ്ടപ്പോൾ നളനും അതിഭയങ്കരമായിട്ടുള്ള വിഷമമായി. നളൻ പറഞ്ഞു, ദമയന്തി, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എനിക്ക് ഏറ്റവും വലിയ ആശ്രയം നീ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകുന്നു പറഞ്ഞുകൊണ്ട് ഇവർ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് പൂർണ്ണ നഗ്നനായിട്ടുള്ള നളനെ തൻ്റെ വസ്ത്രത്തിന്റെ പകുതി കൊടുത്ത് രണ്ടുപേരും ഒരു വസ്ത്രവും ഉടുത്തോണ്ടാണ്, ഒരു വസ്ത്രത്തിന്റെ പകുതി വീതം ഉടുത്തോണ്ടാണ് അവര് കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ വിശന്നും തളർന്നും അവരൊരു സ്ഥലത്തെത്തിയിട്ട് രാത്രിയായ സമയത്ത് അവർ ഒരു സ്ഥലത്ത് കിടന്ന് വെറുന്തറയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. കിടന്ന മാത്രയിൽ തന്നെ ദമയന്തി പൂർണ്ണമായിട്ടുള്ള നിദ്രയിലേക്ക് പോയി. കാരണം അവള് ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അവൾ ബോധം കെട്ടോയിൽ ഉറങ്ങിപ്പോയി. ആ സമയത്ത് നളൻ ഉറങ്ങിയെങ്കിലും തൻ്റെ ശോകം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹം ചുറ്റിനും നോക്കിയപ്പോൾ ദമയന്തി വെറുനിലത്ത് കിടക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശോകം സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇത്രയും എന്തൊരു ക്രൂരനാണ് ഞാൻ. എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ദമയന്തിയെ പോലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയില്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഇവൾ എൻ്റെ കൂടെ വന്നാൽ ഇവൾക്ക് കൂടുതൽ കഷ്ടകാലം വരുമെന്നല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു സുഖം കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇവളെ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കും നല്ലതെന്നൊരു തീരുമാനം നളനെടുത്തു. ആ സമയത്ത് നളന്റെ ഉള്ളിലെ കലിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ബുദ്ധി ശരിക്കും പ്രവർത്തിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു.
അങ്ങനെ ഇവള് അറിയാതെ ഇവളെ വിട്ടു പോകാൻ വേണ്ടിയിട്ട് നളൻ തീരുമാനിച്ചിട്ട് ആ ഒരു വസ്ത്രത്തിന്റെ ഭാഗം തന്നെ ഉടുത്തിരിക്കുന്ന കാരണം എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഇവൾ അറിയുമെന്ന് വിചാരിച്ചിട്ട് നളൻ അത് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധം അവിടെക്കാലം തപ്പി. അപ്പൊ ഉറയില്ലാത്ത ഒരു പഴയ വാൾ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നളൻ വസ്ത്രം അവള് ഉണരുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ട് ആ ഒരു ഭാഗം കൊണ്ട് അവൻ അരയിൽ കെട്ടി നാണം മറച്ചതിന് ശേഷം ദമയന്തിയുടെ അടുത്ത് നിന്നും ഓടി കുറച്ചു ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴേ അവന് വീണ്ടും വിഷമമായി. താൻ പോയി കഴിഞ്ഞാൽ ഘോരവനത്തിൽ ദമയന്തിയുടെ അവസ്ഥ എന്താവും, അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന് വീണ്ടും ദമയന്തിയെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും അവൾക്ക് നളഞ്ഞ് പഴയ ചിന്ത വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഇവളെ വിട്ടുപോയാൽ മാത്രമേ ഇവക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അങ്ങനെ വീണ്ടും ഓടിപ്പോകും. അങ്ങനെ പല പ്രാവശ്യം ദമയന്തി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നളൻ ഓടിപ്പോവുകയും തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരുന്നു. നളന്റെ മനസ്സിന് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നുള്ളത്. കാരണം കലിബാധൻ ഉണ്ടായിരുന്ന നളന്റെ ബുദ്ധിയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം കലി നളനെ പൂർണ്ണമായിട്ടും ദമയന്തിയിൽ നിന്ന് അകറ്റുന്നതിൽ ജയിച്ചു. അങ്ങനെ ദമയന്തിയെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിച്ചേർന്ന നളൻ ദമയന്തിയിൽ നിന്നും തിരിച്ചു വരാൻ പറ്റാത്ത പോലെ ഓടി അകന്നു എന്നാണ്. രാവിലെയായി നേരം വെളുത്ത് എഴുന്നേറ്റ ദമയന്തി തൻ്റെ ഭർത്താവായിട്ടുള്ള നളനെ കാണാതെ വല്ലാതെ വിഷമിച്ചു. ഇവള് ഭയങ്കരമായിട്ട് പേടിച്ച് വിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഘോരവനമാണ് ചുറ്റിനും. അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവായിട്ടുള്ള നളനെ കാണുന്നുമില്ല. അപ്പൊ നളൻ എവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് അതിഭയങ്കരമായിട്ട് നിലവിളിച്ചും വീണും മോഹം കെട്ട് വീണ്ടും ഉണർന്നിട്ട് അവള് നിലവിളിച്ച് വൃക്ഷങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, എൻ്റെ നളനെ കണ്ടോ, എൻ്റെ ഭവാനെ കണ്ടോ, നിങ്ങളാരെങ്കിലും എന്നൊക്കെ പറഞ്ഞ് പ്രാന്തമായിട്ട് പുലമ്പിക്കൊണ്ടിരുന്നു. അവൾക്ക് ദുഃഖം സഹിക്കാനേ പറ്റിയില്ല. സഹിക്കാൻ വയ്യാത്ത ദുഃഖവും ശരീരത്തിന്റെ ക്ഷീണവും കാരണം ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് വീണുകൊണ്ടിരുന്നു. ഉണരുമ്പോൾ അവള് വീണ്ടും കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ അവള് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഭവാനി അങ്ങ് എവിടെയെങ്കിലും മറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇത്രയും വലിയ ഒറ്റപ്പെടലിൽ നിന്ന് താങ്ങാൻ വേണ്ടിയിട്ടുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് അങ്ങ് പുറത്തേക്ക് വരണം എന്നും പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് അവളെ എങ്ങോട്ടൊന്നില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അവള് വിലപിച്ചും ദുഃഖിച്ചും ചെന്ന് ഒരു വലിയ പെരുമ്പാമ്പിന്റെ മുമ്പിലാണ് ചെന്ന് അകപ്പെട്ടത്. പെരുമ്പാമ്പ് ഇവളെ കണ്ടതോട് കൂടിയിട്ട് അവളെ ചുറ്റി വരിഞ്ഞിട്ട് ദമയന്തിയെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അപ്പം ആ പാമ്പിന്റെ പായിലേക്ക് അവൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ദുഃഖം മുഴുവനും നളനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടായിരുന്നു. അവൾക്ക് പാമ്പ് വിഴുങ്ങുന്നതിലുള്ള ഒരു ശ്രദ്ധ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. നളൻ തന്നെ വിട്ടുപോയതിലുള്ള വിഷമമായിരുന്നു അവൾ. ആ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ദമയന്തി നിലവിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പെരുമ്പാമ്പ് ദമയന്തിയെ വിഴുങ്ങുന്ന സമയത്ത് ഒരു കാട്ടാളൻ ആ വഴി വന്നു. കാട്ടാളൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഒരു അസ്ത്രം കൊണ്ട് പാമ്പിന്റെ വായ കീറി പാമ്പിനെ കൊന്നിട്ട് ദമയന്തിയെ രക്ഷപ്പെടുത്തിയിട്ട് അവളുടെ വിഴുങ്ങിയ ഭാഗമൊക്കെ ജലം കൊണ്ട് കഴുകിയിട്ട് അവളെ ആശ്വസിപ്പിച്ച ശേഷം കാട്ടാളൻ അവളോട് ചോദിച്ചു, നീ ആരാണ്, എന്താണ് നിനക്ക് സംഭവിച്ചത്, നീ എങ്ങനെയാണ് ഈ കൊടുങ്കാട്ടിൽ വന്ന് പെട്ടതെന്നൊക്കെ സ്നേഹത്തോടു കൂടി ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നളന്റെയൊക്കെ ദമയന്തിയുടെയും കഥ വളരെ വിശദമായിട്ട് തന്നെ കാട്ടാളനോട് ഈ ദമയന്തി വിശദമായി പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ അവന്റെ നോട്ടം അവളുടെ ശരീരത്തിലും അവളുടെ ഭംഗിയേറിയ മുഖത്തും അത്രയൊക്കെ ക്ഷീണം സംഭവിച്ചിട്ട് പോലും അവളുടെ സൗന്ദര്യം അവിടെ ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവളുടെ ശരീരത്തിലോട്ടൊക്കെ കാമത്തോടു കൂടിയിട്ട് ആ കാട്ടാളൻ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ദമയന്തിക്ക് പേടിച്ചിട്ട് അവള് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് കാമാസക്തിയോട് കൂടിയിട്ട് ആ കാട്ടാളൻ ദമയന്തിയെ കടന്നു പിടിച്ച സമയത്ത് ദമയന്തി കോപത്തോടു കൂടിയിട്ട് കാട്ടാളനെ ശപിച്ചു. ഞാൻ നളനെ അല്ലാതെ വേറെ ആരെയെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല എങ്കിൽ ഇവൻ ഭസ്മമായി പോകട്ടെ, ഇവൻ മരിച്ചു പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ശപിച്ചു. അപ്പൊ ആ ശാപം ഏറ്റ ഉടനെ തന്നെ കാട്ടാളൻ ഒരു വൃക്ഷം കത്തിയമരുന്നത് പോലെ അവിടെ കത്തിയമർന്ന് വീണു എന്നാണ്. അങ്ങനെ ദമയന്തി അതിഭയങ്കരമായിട്ടുള്ള ദുഃഖം കാരണം ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ വീണ്ടും വിലപിച്ചുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടൊക്കെ വീണുകൊണ്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അങ്ങേയറ്റം മോശമായിട്ടുള്ള അവസ്ഥയിൽ അവൾ ആ കാട്ടിലൂടെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി. നളഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട ദമയന്തി ആ കാട്ടാളനെ ശപിച്ച് കൊന്നതിന് ശേഷം അവൾ ആ ഘോരവനത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. എല്ലാവിധത്തിലുള്ള പിശാചുക്കളും രാക്ഷസന്മാരും
അതോടൊപ്പം ഞാൻ ക്രൂര ജന്തുക്കളും ഒക്കെ നിറഞ്ഞിരുന്ന ആ കാട്ടിലൂടെ പോകുന്ന സമയത്ത് അവിടെയുള്ള കാട്ടിലുള്ള ഭീകരമായിട്ടുള്ള കാഴ്ചകളൊന്നും ദമയന്തിയുടെ മനസ്സിനെ സ്വാധീനിച്ചില്ല. അല്ലെങ്കിൽ ദമയന്തിക്ക് അതിനോടൊന്നും യാതൊരു ഭയവും തോന്നിയില്ല. കാരണം ഹൃദയം മുഴുവൻ തകർന്ന ശോകാവസ്ഥയിലുള്ള അവളെ ഈ കാഴ്ചകളൊന്നും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പര്യാപ്തമായിരുന്നില്ല. അവളങ്ങനെ നടന്ന് ഒരു പാറക്കെട്ടിൽ ചെന്നിരുന്നിട്ട് അതിഭയങ്കരമായിട്ട് തൻ്റെയും നളന്റെയും പഴയ കാലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും നളന്റെ സൗന്ദര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടും ഒക്കെ ഭയങ്കരമായിട്ട് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നള, അങ്ങ് എന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഞാനല്ലാതെ വേറൊരു സ്ത്രീയെയും അങ്ങ് നോക്കുക പോലുമില്ല എന്നൊക്കെ സത്യം ചെയ്തതല്ലേ. ഇപ്പോൾ അങ്ങ് എന്നെ വിട്ടിട്ട് എവിടെയാണ് പോയത്? എനിക്ക് ദുഃഖം താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അങ്ങയെ കാണാതെ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഘോരമായിട്ടുള്ള കാട്ടിൽ അവള് ഒറ്റയ്ക്കിരുന്ന് അതിഭയങ്കരമായിട്ട് വിലപിച്ചുകൊണ്ടിരുന്നു. അവൾ കാണുന്ന മൃഗങ്ങളോടും പുഴയോടും വൃക്ഷങ്ങളോടുമൊക്കെ നളനെ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ മൃഗങ്ങളൊന്നും അവളെ ഉപദ്രവിച്ചേയില്ല. ഇവളുടെ ദുഃഖം കണ്ടിട്ടാവണം ഒരുപക്ഷെ അവളെ ഉപദ്രവിച്ചില്ല. നദികളോട് ചോദിച്ചു, വൃക്ഷങ്ങളോട് ചോദിച്ചു, നളനെ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ബോധം നശിച്ച ഒരവസ്ഥയിൽ വിലപിച്ചുകൊണ്ട് അവൾ കാട്ടിലൂടെ ദിക്കാൻ എവിടാന്നറിയാൻ വയ്യാതെ, ഉള്ളിലൊരു ഭയവുമില്ലാതെ, ശോകം കാരണം ഭയത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അവള് ആ ഭീകരമായിട്ടുള്ള വനത്തിലൂടെ മുന്നോട്ട് ലക്ഷ്യമില്ലാതെ പൊക്കോണ്ടിരുന്നു. ഇങ്ങനെ ബൃഹദശ്വൻ കഥ തുടരുകയാണ്. ഇങ്ങനെ വൃക്ഷങ്ങളോടും പർവ്വതങ്ങളോടും അതോടൊപ്പം തന്നെ നദിയോടും ഒക്കെ തൻ്റെ ഈ വിലാപം അറിയിച്ചുകൊണ്ട് ദമയന്തി വടക്കോട്ട് യാത്ര ആരംഭിച്ചു. അങ്ങനെ അവള് വടക്കോട്ട് നടന്ന് 3 ദിവസം തുടർച്ചയായിട്ട് നടന്ന് ദുഃഖത്താൽ സഹിക്കാൻ വയ്യാത്ത ദുഃഖവുമായിട്ട് അവൾ ഒരു തപോവനത്തിലാണ് എത്തിച്ചേർന്നത്. അവസാനം മനോഹരമായിട്ടുള്ള ഒരു പ്രദേശത്തിൽ അവൾ എത്തിച്ചേർന്നു. വളരെ തേജസ്വികളായിട്ടുള്ള മുനികള് തപസ് ചെയ്തുകൊണ്ടിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പർണാശ്രമത്തിന് സമീപമാണ് അവൾ എത്തിച്ചേർന്നത്. അവിടെ അനേകം കുടിലുകൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വളരെ തേജസ്വികളായിട്ടുള്ള താപസിമാർ അവിടെ താമസിക്കുന്നുണ്ട്. ആ പ്രദേശത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ദമയന്തിക്ക് അറിയാതെ ചെറിയൊരു ആശ്വാസം മനസ്സിന് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ വസിഷ്ഠൻ, ഭൃഗു ഒക്കെ പോലെയുള്ള അവരെ പോലെയുള്ള അത്രയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള മുനിമാരായിരുന്നു ആ തപോവനത്തിൽ താമസിച്ചിരുന്നത്. വളരെ സുന്ദരിയും അതോടൊപ്പം തന്നെ ക്ഷീണത്താല് അതിഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുന്നവളുമായിട്ടുള്ള ഈ സുന്ദരിയായിട്ടുള്ള ദമയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വൃദ്ധന്മാരായിട്ടുള്ള താപസരെ അവൾക്ക് സ്വാഗതം മോദിയിട്ട് അവളെ സ്വീകരിച്ച് ഒരു ആശ്രമത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. അതിനുശേഷം ആ താപസന്മാര് ദമയന്തിയോട് ചോദിച്ചു, ഭവതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. ബൃഹത്സേനൻ തൻ്റെ കഥ തുടരുകയാണ്. ഇത്രയൊക്കെ ദുഃഖത്തിലായിട്ടിരുന്നിട്ടും ദമയന്തി ആ താപസന്മാരോട് കുശലം ചോദിച്ചു, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? ധർമാചരണങ്ങളൊക്കെ യഥാവിധത്തിൽ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? ഇവിടെയുള്ള പക്ഷിമൃഗാദികളെല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലോ എന്നുള്ള കുശലാന്വേഷണം ആ ദുഃഖത്തിനിടയിലും ദമയന്തി ചോദിച്ചു എന്നാണ്. ഈ കുശലാന്വേഷണം കേട്ടിട്ട് ആ വൃദ്ധതാപസന്മാർ പറഞ്ഞു, ഭദ്രേ, ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സുഖമാണ്. പക്ഷെ നീ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നീ അപ്സരസാണോ, ദേവതയാണോ, അതോ വനദേവതയാണോ? നിന്നെപ്പോലെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഇത് കേട്ടിട്ട് ദമയന്തി മറുപടി പറഞ്ഞു, ഞാൻ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. വിദർഭ എന്ന് പറയുന്ന രാജ്യത്തെ രാജകുമാരിയും അതോടൊപ്പം തന്നെ നിഷധ രാജ്യത്തെ രാജാവായിട്ടുള്ള നളന്റെ ഭാര്യയും കൂടിയാണ് ഞാൻ. അപ്പോൾ അവർ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് വൃദ്ധ താപസന്മാർ ചോദിച്ചു. അത് കേട്ടിട്ട് ദമയന്തി പറഞ്ഞു, ഞാൻ എൻ്റെ കഥ നിങ്ങളോട് വിസ്തരിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ദമയന്തി തൻ്റെ കഥ മുഴുവനും വളരെ വിസ്തരിച്ച് ഈ താപസന്മാരോട് പറഞ്ഞു. നളനുമായിട്ടുള്ള പ്രണയവും ദേവതമാര് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതും അതോടൊപ്പം തന്നെ വളരെ സുഖമായിട്ടുള്ള തങ്ങളുടെ ദാമ്പത്യം പോയ സമയത്ത് നളന് ചൂതുകളിയിൽ ഭ്രമം വന്നതും രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ടതും അതിനോടൊപ്പം തന്നെ രാജാവ് ഭ്രാന്ത് പിടിച്ച പോലെ കാട്ടിലേക്ക് വന്നതും താനൊപ്പം കൂട്ടത്തിൽ വന്നതും രാജാവ് തന്നെ ഉപേക്ഷിച്ചു പോയതുമെല്ലാം അവൾ വളരെ വിശദമായിട്ട് തന്നെ ഈ താപസന്മാരോട് പറഞ്ഞു. എന്നിട്ട് അവൾ ദുഃഖത്തോടു കൂടിയിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. വിലപിച്ചുകൊണ്ടിരുന്ന ഈ ദമയന്തിയോട് ആ താപസന്മാർ പറഞ്ഞു, നിന്റെ ദുഃഖം ഞങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ താപസന്മാരായിട്ടുള്ള ഞങ്ങൾ പറയുകയാണ്, നീ എല്ലാ പ്രതാപത്തോടും കൂടിയിട്ടുള്ള
നീ എങ്ങനെയാണോ വിവാഹം കഴിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ രീതിയിലുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള നളനെ നിനക്ക് തിരിച്ചു കിട്ടും. ആ നളനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കും. അത് ഞങ്ങളിപ്പോൾ നേരിട്ട് കാണുന്നുണ്ട്. നിനക്ക് മംഗളം ഭവിക്കട്ടെ, നിനക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, നീ ഈ ദുഃഖത്തിൽ നിന്നും ഉടനെ തന്നെ പുറത്തു കിടക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ആ താപസന്മാരെല്ലാം അവിടെ നിന്നും മറഞ്ഞു. അവർ മറഞ്ഞതോടൊപ്പം തന്നെ ആ മനോഹരമായിട്ടുള്ള ആശ്രമങ്ങളുമെല്ലാം അവിടെ നിന്നും മറഞ്ഞു. അപ്പൊ താൻ കണ്ടത് സത്യമാണോ അതോ തൻ്റെ ഒരു മായക്കാഴ്ചയാണോ എന്ന് അറിയാൻ വയ്യാതെ ദമയന്തി അതിഭയങ്കരമായിട്ട് ആശ്ചര്യത്തോടു കൂടിയിട്ട് ആ കാട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.